ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിനേശ് സാർ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 2025 കാറ്റ് എക്സാമിൽ നടന്ന നമ്മളെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡി അല്ലേ മക്കളെ? യെസ്. സോ നമുക്ക് ഡയറക്ട്ലി നമ്മളിപ്പോൾ കഴിഞ്ഞതായിട്ട് December 24 ക്വസ്റ്റ്യൻസ് മുഴുവൻ വർക്ക്ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ June 25 തൊട്ട് മുമ്പത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. റെഡി ഗൈസ്? യെസ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ, പറഞ്ഞേ ഏതാ? 51ാമത്തെ. ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിൽ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ 51ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താടാ? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ലെവി ആൻഡ് കളക്ട് GST? GST കളക്ട് ചെയ്യാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാടാ? ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 246A പ്രകാരമാണ്. ആർട്ടിക്കിൾ 246A പവർ ടു കളക്ട് GST കളക്ട് ചെയ്യാനുള്ള അധികാരം നൽകുന്ന ഏതാടാ? ഏത് ആർട്ടിക്കിളാ? ആർട്ടിക്കിൾ 246A. 101ാമത്തെ ഭേദഗതി നിയമം 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇറക്കി. അത് പ്രകാരം 246A എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്തിട്ടാണ് GST കളക്ട് ചെയ്യാനുള്ള അധികാരം എന്ത് ചെയ്തിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. നോക്കാം. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട്, ദ ഐഡിയ ഓഫ് മൂവിംഗ് ടുവാർഡ്സ് ദ GST വാസ് ഫസ്റ്റ് mooted ബൈ ദ then യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഇൻ ഹിസ് ബജറ്റ് ഫോർ. അപ്പോൾ ഈ GST എന്ന് പറഞ്ഞ ഐഡിയ ആദ്യം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഏത് ബജറ്റിലാണ് അവതരിപ്പിച്ചത്? അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരം എന്ന് പറഞ്ഞത് ആള് 2006-2007 ആദ്യമായിട്ട് GST എന്ന് പറഞ്ഞ ആശയം ബജറ്റിൽ അവതരിപ്പിക്കുന്നത്. ബജറ്റ്. ഓക്കെ. ഇനി when opting for the composition scheme, അടുത്ത ക്വസ്റ്റ്യൻ, when opting for the composition scheme under GST, a taxpayer will require filing summarized return on. അപ്പൊ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം എടുത്തു കഴിഞ്ഞാൽ, GSTയിൽ കോമ്പോസിഷൻ സ്കീം എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് കിട്ടുക? നിങ്ങളൊരു മാനുഫാക്ചറർ ആണെങ്കിൽ കിട്ടും, ട്രേഡർ ആണെങ്കിൽ കിട്ടും, റെസ്റ്റോറന്റ് ആണെങ്കിൽ കിട്ടും അല്ലെ. MTRനാണ് നോർമലി എന്ത് കിട്ടുക? കോമ്പോസിഷൻ സ്കീം കിട്ടുക. 1.5 കോടി കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയർ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോമ്പോസിഷൻ സ്കീം കിട്ടും. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 75 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 75 ലക്ഷം വരെയാണെങ്കിൽ അല്ലെ, അപ് ടു 75 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോമ്പോസിഷൻ സ്കീം കിട്ടും. മറ്റേത് 1.5 കോടി വരെയാണെങ്കിൽ എന്ത് കിട്ടും? കോമ്പോസിഷൻ സ്കീം കിട്ടും. സർവീസ് പ്രൊവൈഡേഴ്സിനും ഇപ്പോൾ കോമ്പോസിഷൻ സ്കീം ഉണ്ട്. ഓക്കെ. സോ കോമ്പോസിഷൻ സ്കീം എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യുക? നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ക്വാർട്ടർലി ബേസിസ് ആണ്. CMP 08 എന്ന് പറഞ്ഞ ക്വാർട്ടർലി ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. അത് കൂടാതെ ആനുവലി നമ്മളൊരു ആനുവൽ റിട്ടേണും ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ബട്ട് നോർമലി സാധാരണ ഇപ്പോൾ നമ്മൾ കോമ്പോസിഷൻ അല്ലാത്ത ജനറൽ ടാക്സ് പേയേഴ്സ് മന്ത്ലി ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. തൊട്ടടുത്ത് 20ാം തീയതിയാണ് ടാക്സ് അടയ്ക്കുക. കോമ്പോസിഷൻ ആണെങ്കിൽ ക്വാർട്ടർലി ആണ് അടയ്ക്കുക. ഇനി നെഗറ്റീവ് ലിസ്റ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓൺ വിച്ച് ITC. നെഗറ്റീവ് ലിസ്റ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ വിച്ച് ITC. നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സപ്ലൈ അല്ലാത്ത കാര്യങ്ങളാണ്. ഇവർ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ബ്ലോക്കഡ് ക്രെഡിറ്റ്സ് ആണ്. നമുക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ, കാരണം ITC വെച്ചല്ലേ. അപ്പൊ ബ്ലോക്കഡ് ക്രെഡിറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓൺ വിച്ച് ITC ഈസ് നോട്ട് അവൈലബിൾ. ITC കിട്ടാത്ത സാധനങ്ങളാണ് നമ്മൾ നെഗറ്റീവ് ലിസ്റ്റ്. ITC കിട്ടില്ല എന്ന് പറഞ്ഞ ലിസ്റ്റ്, അതാണ് നെഗറ്റീവ് ലിസ്റ്റ്. ITC പോസിറ്റീവ് അല്ല, ബ്ലോക്കഡ് ക്രെഡിറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഓൾ ദ ടാക്സസ് പെയ്ഡ് ഓൺ ദ ഇൻപുട്സ് വുഡ് ബി റെക്കോർഡഡ് ഇൻ. ഇൻപുട്ടിന് മുകളിൽ നമ്മൾ അടച്ച ടാക്സ് മുഴുവൻ, ഇൻപുട്ട് ടാക്സ് മുഴുവൻ എവിടെയാണ് കാണുക? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലല്ലേ. വാങ്ങുമ്പോൾ അടച്ച ടാക്സ് അതിന് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. വാങ്ങുമ്പോൾ അടച്ച ടാക്സ് എവിടെ വരിക? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരുന്ന ലെഡ്ജറാണ് ഇത്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ശരിയല്ലേ? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇനി നോക്കിയടാ, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR1 ഈസ്. GSTR1 എന്നാ ഫയൽ ചെയ്യടാ? 11ാം തീയതിയാണ് ചെയ്യുക അല്ലെ. GSTR1 ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വാർഡ് സപ്ലൈ. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറഞ്ഞു, ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. GSTR1 എന്നടാ 11th of next month. ഈ മാസത്തെ ഔട്ട്വാർഡ് സപ്ലൈയുടെ കണക്ക്, സെയിലിന്റെ കണക്ക് അടുത്ത മാസം 11ാം തീയതി ചെയ്യും. അടുത്ത മാസത്തെ കണക്ക് അതിന്റെ അടുത്ത മാസം 11ാം തീയതി ചെയ്യും. ജനുവരിയിലെ February 11, ഫെബ്രുവരിയിലെ March 11, മാർച്ചിലെ April 11, അങ്ങനെ പോകും. Then the term supply includes, സപ്ലൈയിൽ എന്തൊക്കെ പെടും?
സപ്ലൈയിൽ സെയിൽ പെടും, ട്രാൻസ്ഫർ പെടും, ബാർട്ടർ പെടും, എല്ലാം പെടില്ലേ? ദ ടേം സപ്ലൈ ഇൻക്ലൂഡ്സ് സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, ലീസ്, റെന്റൽ, ഡിസ്പോസൽ, എല്ലാം പെടും അല്ലേ? സപ്ലൈ ഇൻക്ലൂഡ്സ് സെയില്, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, ലീസ്, റെന്റൽ, ഡിസ്പോസൽ, എല്ലാം പെടും. അപ്പോൾ ഓൾ ദി അബവ്, പ്രശ്നങ്ങളില്ല. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് ഷാൾ ബി ട്രീറ്റഡ് നൈദർ ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസ്? താഴെ പറയുന്നതിൽ ഏതാണ് നൈദർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസ്? ഏതാ? നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ഏതിലുണ്ടായിരുന്നു? ഡിസംബർ 2024 ഉണ്ടായിരുന്നു. ഏതാ? സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. സപ്ലൈ അല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആണുള്ളൂ, എന്തില്ല? GST ഇല്ല. ലീസിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസാണ്. ബിൽഡിംഗ് റെന്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സർവീസാണ്. ബട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരിക? സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് വരിക. ഒരിക്കലും എന്ത് വരില്ല? GST വരില്ല. GSTയിൽ അതെന്തല്ല? സപ്ലൈ അല്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി വരും, ബട്ട് എന്ത് വരില്ല? GST വരില്ല. ഇനി ഗിഫ്റ്റ് നോട്ട് എക്സീഡിംഗ് ഡാഷ് ഇൻ വാല്യൂ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ബൈ ആൻ എംപ്ലോയർ ടു എംപ്ലോയി ഷാൾ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഒരു എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ വരെ കൊടുത്താൽ സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല, GST ഉണ്ടാവില്ല. എത്ര രൂപയുടെ ഞാൻ പറഞ്ഞേ? ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു അല്ലേ? എത്ര രൂപയുടെ? 50,000 രൂപ വരെ നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുത്താൽ എന്തല്ല? GSTയിൽ അത് സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. എംപ്ലോയിക്ക് 50,000 രൂപ വരെ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്തല്ലടാ? സപ്ലൈ അല്ല. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗുഡ്സ് ദ മാനുഫാക്ചറർ ഈസ് നോട്ട് അലൗഡ് ടു അപ് ടു ഫോർ കോമ്പോഷൻ സ്കീം? നിങ്ങൾക്ക് കോമ്പോഷൻ സ്കീം കിട്ടണമെങ്കിൽ നിങ്ങൾ താഴെ പറയുന്ന സാധനങ്ങളുടെ മാനുഫാക്ചറർ ആണെങ്കിൽ നിങ്ങൾക്ക് കോമ്പോഷൻ സ്കീം കിട്ടില്ല. ഏതൊക്കെയാ? പാൻ മസാല ഉണ്ടാക്കുന്ന ആളുകൾക്ക് കോമ്പോഷൻ കിട്ടുമോ? ഇല്ല. ഐസ്ക്രീം ഉണ്ടാക്കുന്ന ആൾക്ക് കോമ്പോഷൻ കിട്ടുമോ? ഇല്ല. ടോപ്പിക്കൽ ആൻഡ് മാനുഫാക്ചർഡ് ടൊബാക്കോ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കോമ്പോഷൻ കിട്ടുമോ? ഇല്ല. ഓക്കെ, അപ്പോ ഈ 3 ആളുകൾക്കും എന്ത് കിട്ടില്ല? കോമ്പോഷൻ സ്കീം കിട്ടില്ല. നമ്മൾ കോമ്പോഷൻ സ്കീം കിട്ടാത്ത ആളുകൾ നമ്മൾ ഇങ്ങനെ ഒരു കോഡ് പഠിച്ചിരുന്നു. നമ്മൾ മാനുഫാക്ചറേഴ്സ് ഓഫ് ബി ഫിറ്റ് ബാപ്പ് അല്ലെ, ബ്രിക്സ് ഓഫ് ഫോസിൽ മീൽസ് ഓർ അതർ സിലിക്കസ് മെറ്റീരിയൽസ് അല്ലെ, മെറ്റീരിയൽസ്. അതുപോലെ തന്നെ എർത്തനിങ് ടൈൽസ്, റൂഫിംഗ് ടൈൽസ്, ഇതുണ്ടാക്കുന്ന ആളുകളാണോ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? കോമ്പോഷൻ കിട്ടില്ല. എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ ആഷ് ബ്രിക്സ്, അതായത് എല്ലാ കല്ലും പറയുന്നത്, എല്ലാ ടൈപ്പ് കല്ലുണ്ടാക്കുന്ന ആളുകളും. ഇത് ഹോളോ ബ്രിക്സ് ആണ്. ഹോളോ ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആളാണോ നിങ്ങൾക്ക് കോമ്പോഷൻ കിട്ടില്ല. ഐസ്ക്രീം ആൻഡ് അതർ എഡിബിൾ ഐസ് ഉണ്ടാക്കുന്ന ആളാണോ നിങ്ങൾക്ക് കോമ്പോഷൻ കിട്ടില്ല. ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ് എന്ത് കിട്ടില്ല? കോമ്പോഷൻ സ്കീം കിട്ടില്ല. ബിൽഡിംഗ് ബ്രിക്സ് ഉണ്ടാക്കുന്ന ആളാണോ നിങ്ങൾ? ബിൽഡിംഗ് ബ്രിക്സ് ഉണ്ടാക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? കോമ്പോഷൻ സ്കീം കിട്ടില്ല. എയറേറ്റഡ് വാട്ടർ, നമ്മളെ 7up, പെപ്സി അങ്ങനത്തെ സാധനങ്ങളില്ലേ, എയറേറ്റഡ് വാട്ടർ ഉണ്ടാക്കുന്ന ആളാണോ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? കോമ്പോഷൻ സ്കീം കിട്ടില്ല. ദെൻ പാൻ മസാല ഉണ്ടാക്കുന്ന ആളാണോ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? കോമ്പോഷൻ സ്കീം കിട്ടില്ല. അങ്ങനെ ബി ഫിറ്റ് ബാപ്പ് ഈ പറഞ്ഞ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? കോമ്പോഷൻ കിട്ടില്ല. ജസ്റ്റ് നോക്കിയാൽ മതി, ഓൾ ദി അബവ് വരുന്നു, അത്രേ ഉള്ളൂ. ഇത് ഇന്ററിന്റെ പർപ്പസ് ആണ്, എന്നാലും ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, ഓൾ ദി അബവ്. ആക്ച്വലി ഇത് ഇന്ററിലേ ഉള്ളൂ, നമ്മൾ ബുക്കിൽ അത്ര മെൻഷൻ ചെയ്യുന്നില്ല. ഇനി ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു ഡാഷ് if VRS is per prescribed condition. വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം എത്ര വരെടാ എക്സംപ്റ്റഡ്? 5 ലക്ഷം രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. VRSന്റെ കണ്ടീഷൻ മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്താൽ 5 ലക്ഷം രൂപ വരെ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമിന് പൈസ കൊടുക്കുമ്പോൾ 5 ലക്ഷം രൂപ വരെ എന്താടാ? എക്സംപ്റ്റഡ് ആണ്. 5 lakh. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? സേഫ് ഗാർഡ് ഡ്യൂട്ടി വൺസ് ഇമ്പോസ്ഡ് ഈസ് വാലിഡ്. വൺസ് ഇമ്പോസ്ഡ് ഈസ് എപ്പോഴും വാലിഡ് ആണോ? നോക്കാം. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഈസ് പ്രോഡക്റ്റ് സ്പെസിഫിക്. ഇത് ശരിയല്ലേ? സേഫ് ഗാർഡ് ഡ്യൂട്ടി അമിതമായി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇത് ഒരു പ്രോഡക്റ്റിന്റെ അമിതമായി ഇമ്പോർട്ട് വരുമ്പോഴാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. അപ്പൊ പ്രോഡക്റ്റ് സ്പെസിഫിക് ഇത് റെഡിയാണ്.
The government can impose provisional safeguard duty pending final determination up to 200 days. ഇതും ശരിയാണ്. പ്രോഡക്റ്റ് സ്പെസിഫിക് എന്നുള്ളത് റെഡിയാണ്. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആൻഡ് സേഫ് ഗാർഡ് ഡ്യൂട്ടി ആർ കൺസിഡേർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് IGST. IGST കമ്പ്യൂട്ട് ചെയ്യാൻ ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടിയും കൂട്ടും. GST കണ്ടുപിടിക്കുന്ന വാല്യൂ ഓഫ് സപ്ലൈയിൽ എല്ലാ ടാക്സും ഡ്യൂട്ടിയും സെസ്സും സർചാർജും പെടും, എക്സെപ്റ്റ് GST ആൻഡ് GST കോമ്പൻസേഷൻ സെസ്. അങ്ങനെയല്ലേ? GSTയുടെ വാല്യൂ ഓഫ് സപ്ലൈയിൽ വാല്യൂ ഓഫ് സപ്ലൈ ഇൻക്ലൂഡ്സ് ഓൾ ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, സർചാർജ്, ഫീസ് എക്സെട്ര അതർ ദാൻ GST ആൻഡ് GST കോമ്പൻസേഷൻ സെസ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് തെറ്റ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. സേഫ് ഗാർഡ് ഡ്യൂട്ടി വൺസ് ഇമ്പോസ്ഡ് ഈസ് വാലിഡ് എന്ന് പറയുന്നത് കാലാകാലം വാലിഡ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂടാ? ഇല്ലല്ലോ. കാണിച്ചു തരാം. നിങ്ങളുടെ ബുക്ക് നോക്കിക്കോ. ഇതില് കണ്ടോ? സേഫ് ഗാർഡ് ഡ്യൂട്ടി ഓൾവേസ് വാലിഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഈസ് വാലിഡ് ഫോർ 4 years എന്ന് പറയുകയാണെങ്കിൽ ഓക്കെയാണ്. 4 years ആൻഡ് കനോട്ട് ബി. വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ മാക്സിമം എത്ര വരെ പറ്റുള്ളൂ? 10 വർഷം വരെ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വാലിഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വാലിഡ് ഫോർ 4 years എന്നുള്ളത് പറഞ്ഞാൽ ശരിയാ. 4 years ആൻഡ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഫോർ വീണ്ടും ഒരു 6 കൊല്ലം. അങ്ങനെ മാക്സിമം എത്ര വരെ? 10 years വരെയാണ് എന്തുണ്ടാവുക? സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ടാവുക. അതിവിടെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഓൾവേസ് വാലിഡ് അല്ല, 4 കൊല്ലത്തേക്കാണ് വാലിഡിറ്റി ഉണ്ടാവുക. ഇനി കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതൊക്കെയാടാ? GST will help to create a unified common national market for India, giving a boost to foreign investment and Make in India campaign. ശരിയല്ലേ? ഇത് ശരിയാണ്, ഒരു ഡൗട്ടും വേണ്ട. താഴെ പറഞ്ഞു. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് UT GST ഈസ് അലൗഡ് ഫോർ പേയ്മെന്റ് ഓഫ് CGST. UT GST ITC കൊണ്ട് CGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് തെറ്റല്ലടാ. സി കൊണ്ട് SU പറ്റൂല, SU കൊണ്ട് സിയും പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റ് പൈസ കൊണ്ട് സ്റ്റേറ്റിന്റെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റിന്റെ കൊണ്ട് സെൻട്രലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സി കൊണ്ട് എസും പറ്റില്ല, എസ് കൊണ്ട് സിയും പറ്റില്ല. സി കൊണ്ട് യുവും പറ്റില്ല, യു കൊണ്ട് അല്ലെ, സി കൊണ്ട് UGST പറ്റില്ല, യു കൊണ്ട് സിയും പറ്റില്ല. CGST കൊണ്ട് UT GST സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, UT GST കൊണ്ട് CGST സെറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല. അപ്പോ ഈ 2 സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഓപ്ഷൻസ് ഇതാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. അല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അതുമല്ല. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. അതുമല്ല. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഇതല്ലേ ആൻസർ? ഡി ആണ് ആൻസർ വരിക അല്ലെ? ഡി ആണ് നമ്മളുടെ ആൻസർ വരിക. ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? സെറ്റ്. ഇനി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് ഇഫക്ട് ഫ്രം എന്നാടാ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് എന്നാ? 26 ജനുവരി 1950 അല്ലേ? ഓപ്ഷൻ എ 26 ജനുവരി 1950 ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സോഴ്സ് ഓഫ് പവർ ഓഫ് ഓൾ ലോസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങളുടെയും അടിത്തറ ഏതാടാ? കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയാണ്. ഇനി ഡാഷ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് GST എസ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള GST എസ് എന്നുള്ളത് തെറ്റാണ്. GST കൗൺസിലാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ GST C ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡാഷ് ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് GST കൗൺസിൽ വുഡ് ഫോം കോറം ഇൻ ദ മീറ്റിംഗ് ഓഫ് GST കൗൺസിൽ. GST കൗൺസിലിന്റെ മീറ്റിംഗിൽ കോറം തികയണമെങ്കിൽ എത്ര പേര് പങ്കെടുക്കണം? പകുതി പേരെങ്കിലും പങ്കെടുക്കണം. 1/2 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് GST കൗൺസിൽ ഷുഡ് ഫോം കോറം ഇൻ ദ മീറ്റിംഗ് ഓഫ് GST കൗൺസിൽ. ഇനി ക്രെഡിറ്റ് നോട്ട് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക? ക്രെഡിറ്റ് നോട്ട് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാ? കുറയ്ക്കാനാണ്. ഡെബിറ്റ് നോട്ട് എന്തിനാ? കൂട്ടാനാണ്. ഓക്കെ. അപ്പൊ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കാൻ ക്രെഡിറ്റ് നോട്ട്, വാല്യൂ അല്ലെങ്കിൽ ടാക്സ് കൂട്ടാൻ ഡെബിറ്റ് നോട്ട്. വാല്യൂ അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കാൻ ക്രെഡിറ്റ് നോട്ട്, വാല്യൂ അല്ലെങ്കിൽ ടാക്സ് കൂട്ടാൻ ഡെബിറ്റ് നോട്ട്. അപ്പൊ ആദ്യത്തെ കേസ് എന്താ? ടാക്സ് ഇൻവോയ്സ് ഈസ് ഫൗണ്ട് ടു എക്സീഡ് ദ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് പേബിൾ. നമ്മൾ ഓൾറെഡി ടാക്സ് ഇൻവോയ്സ് അടിച്ചു.
അത് എക്സീഡ് ചെയ്ത് നിൽക്കുകയാണ്, ആക്ച്വലിനേക്കാൾ കൂടുതലാണ് ബില്ലടിച്ചത്. അപ്പൊ കുറയ്ക്കണ്ടേ? കുറയ്ക്കണം. അപ്പൊ ഏതാ ഇവിടെ ക്രെഡിറ്റ് നോട്ട് അല്ലേ? ആണ്. രണ്ടാമത് എന്താ, ഞാൻ ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ ദ റെസിപ്പിയന്റ്. ഞാൻ 10 ഐറ്റം വിറ്റു, അതിൽ 2 എണ്ണം തിരിച്ചു വന്നു. അപ്പൊ എന്ത് ചെയ്യും? 2 എണ്ണത്തിന്റെ വാല്യൂ കുറയ്ക്കണ്ടേ? സോ ഇവിടെയും ക്രെഡിറ്റ് നോട്ടാ. ആൻസർ ആയില്ലേ? വളർത്തിയപ്പോ ഉണ്ടല്ലോ, നോക്കാം. ഇനി ഗുഡ്സ് ഓർ സർവീസസ് ആർ ഫൗണ്ട് ടു ബി ഡെഫിഷ്യന്റ്. ഞാൻ വിറ്റ സാധനങ്ങൾ ഡാമേജ് ആയിരുന്നു, അപ്പോഴും ഞാൻ വാല്യൂ കുറച്ച് കൊടുക്കേണ്ടി വരില്ലേ? സോ അങ്ങനെയാണെങ്കിൽ ആൾ ദി എബോവ് ആണ് ആൻസർ. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ വാല്യൂ കൂട്ടാനാണ്. അപ്പോൾ ഇതേപോലെ ഡെബിറ്റ് നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടാനുള്ള കാര്യങ്ങൾ നോക്കാം. കുറയ്ക്കാനാണെങ്കിൽ ക്രെഡിറ്റ് നോട്ട്, കൂട്ടാനാണെങ്കിൽ ഡെബിറ്റ് നോട്ട്. ഇനി എ ലേഡി പാസഞ്ചർ, ഒരു ലേഡി പാസഞ്ചർ ഈസ് റിസൈഡിങ് അബ്രോഡ് ഫോർ മോർ ദാൻ 1 year. ഓൺ റിട്ടേൺ ടു ഇന്ത്യ, ഹൗ മച്ച് വാല്യൂ ഓഫ് ജ്വല്ലറി അലോഡ് ടു ഹർ ഫോർ ഡ്യൂട്ടി ഫ്രീ ക്ലിയറൻസ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന അതേ ചോദ്യം അല്ലേ? സോ ലേഡി പാസഞ്ചർക്ക് എത്ര ജ്വല്ലറി കൊണ്ടുവരാടാ? 40 ഗ്രാം കൊണ്ടുവരാം വിത്ത് എ വാല്യൂ ക്യാപ് ഓഫ് 1 lakh. 40 ഗ്രാം 1 ലക്ഷം രൂപ വരെയുള്ള ജ്വല്ലറി ആർക്ക് കൊണ്ടുവരാം? എ ലേഡി പാസഞ്ചറിന് കൊണ്ടുവരാം. അത് തന്നെ ആണാണെങ്കിൽ മാൻ, ജെന്റിൽമാൻ പാസഞ്ചർ അഥവാ മെൻ പാസഞ്ചർ ആണെങ്കിൽ 20 ഗ്രാം. മെൻ ആണെങ്കിൽ ഇതാ വരിക കേട്ടോ. സോ ഇവിടെ ഏതാ വരിക? ഇവിടെ ബി ആണ് വരിക. ഓക്കെ, 40 ഗ്രാം വിത്ത് എ വാല്യൂ ക്യാപ് ഓഫ് 1 lakh. ഇനി ഗുഡ്സ് ബിക്കം ലയബിൾ ടു ഡാഷ് വെൻ ദർ ഈസ് ഇമ്പോർട്ട് ഇൻ ടു ഇന്ത്യ. ഇമ്പോർട്ട് നടന്നാൽ ഗുഡ്സ് എന്ത് വരും? ഗുഡ്സ് ബിക്കം ലയബിൾ ടു എക്സ്പോർട്ട് ഡ്യൂട്ടി ആണോ, ഇമ്പോർട്ട് ഡ്യൂട്ടി ആണോ, ലക്ഷറി ടാക്സ് ആണോ, നൺ ഓഫ് ദി അബോവ് ആണോ? ഇങ്ങനത്തെ ഇത് എന്ത് ചോദ്യം? വളരെ ഈസി ചോദ്യം അല്ലെ? ഇമ്പോർട്ട് ഡ്യൂട്ടി, ഒരു സംശയം വേണ്ട, ഏതാ? ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇനി സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. താഴെ പറയുന്നതിൽ ഏതാ ഫോൾസ്? നോക്കാം. GST ഈസ് അപ്ലിക്കബിൾ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ശരിയല്ലേ? ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഈസ് ട്രീറ്റഡ് ആസ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ആൻഡ് ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു IGST. ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് ആണ്, ആൻഡ് ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു IGST. എന്താടാ? ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ IGST തന്നെയല്ലേ? സർവീസിന് IGST ഇല്ലേ? ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ എന്തുണ്ട്? IGST. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്, IGST ഉണ്ട്. ഇപ്പൊ ഇത് തെറ്റല്ലേ? സോ ഫോൾസ് ഏതാന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഏതാ ആൻസർ? ബി ആണ് ആൻസർ. ആണല്ലോ, ബി ഈസ് ദ ആൻസർ. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഈസ് നോട്ട് എന്നാ പറഞ്ഞത്, പക്ഷെ അത് തെറ്റാ. ഓക്കെ, ദെൻ GST ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സേഷൻ. അത് ശരിയാണ്, GST ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് ആണ്. ആൻഡ് IGST ഈസ് ലെവിഡ് ഓൺ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ IGST. അതൊക്കെ ശരിയാണ്. അപ്പൊ ബി ആണ് തെറ്റ്. ഇനി 70 നോക്കിയടാ. A&Co firm was dissolved and its GST registration was cancelled on 31/8/2023. What is the time limit within which A&Co must file a final return in form GSTR 10? ഫൈനൽ റിട്ടേൺ, ഒടുക്കത്തെ റിട്ടേൺ എപ്പോഴാ ചെയ്യാ? ക്യാൻസൽ ആയിട്ടാണ്. ക്യാൻസലായി വിത്തിൻ 3 months ആണ് ചെയ്യുക. വിത്തിൻ 3 months. Within 3 months from later of date of cancellation or date of cancellation order. ഇവിടെ ആകെ ക്യാൻസലേഷൻ ഡേറ്റ് ഉള്ളൂ. ക്യാൻസലേഷൻ ഡേറ്റ് ആണോ അത് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞാൽ ഓർഡർ കിട്ടിയ ഡേറ്റ് ആണോ, ഏതാ ലാസ്റ്റ് വരുന്ന വെച്ചാൽ അത് മുതൽ 3 മാസമാണ്. അപ്പൊ നേരെ നമ്മൾ 3 മാസം എടുത്താൽ മതി. വിത്തിൻ 3 months എന്ന് പറയുമ്പോൾ ഏതാ? 3 months എന്ന് പറയുമ്പോൾ ഏതാ വരിക? 31/8 അല്ലേ? 8 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇതല്ലേ? നവംബർ 30, 2023. ഓക്കെ, അപ്പൊ 70ന്റെ ആൻസർ സി ആണ്. ഇനി അണ്ടർ GST law, when the goods are dispatched other than over dimensional cargo to a destination which is 290 kilometers from the place of dispatch, the e-way bill generated is valid for. അപ്പോൾ ഇത് ആക്ച്വലി ഇന്റർമീഡിയറ്റിലാണ് e-way bill ഒക്കെ ഉള്ളൂ. നിങ്ങൾക്ക് കാറ്റിൽ ആക്ച്വലി e-way billന്റെ സിലബസ് ഒന്നും ഇല്ല. പക്ഷെ എങ്കിലും
ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇ വേ ബിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഗുഡ്സ് മൂവ് ചെയ്യുമ്പോൾ ഒരു വണ്ടിയിൽ ഗുഡ്സ് മൂവ് ചെയ്യുമ്പോൾ അതിന് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെ കൂടെ എന്തും കൂടെ വേണം. ഇൻവോയ്സ് അഥവാ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്സിന്റെ കൂടെ ഇ വേ ബില്ലും കൂടെ വേണം. ഇ വേ ബിൽ. ഈ ഇ വേ ബില്ലിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ വണ്ടിയാണെങ്കിൽ ഓരോ അപ് ടു 200 അല്ലെങ്കിൽ ഫോർ എവരി 200 kilometers ഓർ പാർട്ട് 1 day ഈച്ച് കിട്ടും. ഓരോ 200 കിലോമീറ്ററിനും ഓരോ ദിവസം വെച്ച് കിട്ടും. ഇനി ഓവർ ഡയമെൻഷണൽ കാർഗോ എന്ന് പറഞ്ഞ വലിയ വണ്ടിയുണ്ട്. ഓവർ ഡയമെൻഷണൽ കാർഗോ ഈ വണ്ടിയാണെങ്കിൽ ഓരോ 20 കിലോമീറ്ററിനും ഓരോ ദിവസമാണ്. ഓവർ ഡയമെൻഷണൽ കാർഗോ എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയാട്ടോ, അത് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സാധാ വണ്ടിയാണെങ്കിൽ ഓരോ 200 കിലോമീറ്ററിന് ഓരോ ദിവസമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് അതർ ദാൻ ഓവർ ഡയമെൻഷനിലാണ്. അപ്പോൾ ഓരോ 200 കിലോമീറ്ററിനും ഓരോ ദിവസമാണ്. അതുകൊണ്ട് തന്നെ 290 കിലോമീറ്റർ ആയതുകൊണ്ട് ആദ്യത്തെ 200 കിലോമീറ്ററിന് ഒരു ദിവസം, പിന്നെ 90 അല്ലേ, അപ്പോൾ 2 ദിവസം കേട്ടോ. ഓക്കെ, 400 കിലോമീറ്റർ വരെ 2 ദിവസം, 600 കിലോമീറ്റർ ആണെങ്കിൽ 3 ദിവസം, 601 ആയാൽ 4 ദിവസം. ഓരോ 201 ആണെങ്കിലോ 2 ദിവസമാണ് വാലിഡിറ്റി. കാരണം 200ഉം പിന്നെ ഒരു പാർട്ടും വന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വെൻ ഗുഡ്സ് ആർ ത്രോൺ ഇൻ ടു ദ സീ ടു ലൈറ്റൻ ദ ഷിപ്പ് ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം സിങ്കിങ്. വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ നമ്മളെ കപ്പൽ മുങ്ങാതിരിക്കാൻ വേണ്ടി, അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുള്ള ഗുഡ്സ് എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നതിനെ എന്ത് പേര് വിളിക്കും? ആ ഗുഡ്സിനെ നമ്മൾ കപ്പലിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുള്ള ഗുഡ്സ് എടുത്ത് എന്ത് ചെയ്തു, വെള്ളത്തിലിടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്ത്? അതിനെ വിളിക്കുന്ന പേരാണ് ജെറ്റ്സം. എന്താ പറയാ? ജെറ്റ്സം. ഓക്കെ, ഇനി അതിങ്ങനെ ഒഴുകി നടക്കുന്ന ഗുഡ്സ് ആണെങ്കിൽ അതിനെ ഫ്ലോട്ട്സം എന്ന് പറയും. ഒഴുകി നടക്കുന്നതാണെങ്കിൽ ഫ്ലോട്ട്സം. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വെള്ളത്തിലെടുത്തിരുന്നതാണ് ജെറ്റ്സം. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് ആ ഒരു പോയിന്റ് ടു പോയിന്റ് നോക്കാം. ഇനി പേഴ്സൺ ഇൻ ചാർജ് വിത്ത് റെസ്പെക്ട് ടു എയർക്രാഫ്റ്റ് ഈസ്. ഒരു വിമാനത്തിന്റെ പേഴ്സൺ ഇൻ ചാർജ് ആരാണ്? എയർക്രാഫ്റ്റിന്റെ മാസ്റ്റർ ആണോ, കമാൻഡർ ആണോ, ഗാർഡ് ആണോ, ഡ്രൈവർ ആണോ? കമാൻഡർ അഥവാ പൈലറ്റ് ഇൻ ചാർജ് ആണ്. ബി ആണ് ആൻസർ. അല്ലെ, വിമാനത്തിന്റെ പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറഞ്ഞാൽ കമാൻഡർ. യെസ്. ഇനി കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 9 ഓഫ് കസ്റ്റംസ് താരിഫ് ആക്ട് ഷാൾ ബി ഇൻ ഫോഴ്സ് ഫോർ എ പീരീഡ് ഓഫ്. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എത്ര പീരീഡിലേക്കാണ് ചുമത്തുക? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി 2 കൊല്ലത്തേക്കാണോ, 3 കൊല്ലത്തേക്കാണോ, 8 കൊല്ലത്തേക്കാണോ, 5 കൊല്ലത്തേക്കാണോ? 5 കൊല്ലത്തേക്കാണ്. ഓക്കെ, 5 years. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഷാൾ ബി ഇൻ ഫോഴ്സ് ഫോർ എ പീരീഡ് ഓഫ് 5 years കേട്ടോ. 5 years. ഓക്കെ, ആൻഡ് ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ് ഈസ് എക്സെംപ്റ്റ് അപ് ടു. ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ് എത്ര വരെയാണ് എക്സംഷൻ? നമുക്ക് 2 കുട്ടികൾക്ക് പെർ മന്ത് എത്ര വെച്ച്? പെർ ചൈൽഡ് പെർ മന്ത് 300 രൂപ വെച്ചാണ് ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസിന് എക്സംഷൻ ഉള്ളത്. അതായത് സി ആണ് ആൻസർ. 2 ചിൽഡ്രന് പെർ ചൈൽഡ് 300 രൂപ വെച്ചിട്ടോ. 300 പെർ മന്ത് പെർ ചൈൽഡ്. ഒരു കുട്ടിയാണെങ്കിൽ ഒരു മാസം 300. 2 കുട്ടിയാണെങ്കിൽ ഒരു മാസം ഓരോ കുട്ടികൾ വെച്ച് 600. 300 പെർ മന്ത് പെർ ചൈൽഡ്. ഓക്കെ, 2 കുട്ടിയാകുമ്പോൾ 600 ആയില്ലേ? അങ്ങനെ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഫോർ റിപ്പയേഴ്സ് ഇൻ കേസ് ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഈസ് അലോഡ് ആസ് ഡിഡക്ഷൻ. നമ്മൾ താമസിക്കുന്ന വീടിന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തു. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ റിപ്പയേഴ്സിന് വേണ്ടി എടുത്താൽ ഡിഡക്ഷൻ ഉണ്ടോ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്ഷൻ കിട്ടും. റിപ്പയേഴ്സ് ആണെങ്കിൽ 30,000 രൂപ വരെയാണ് കിട്ടുക.
റിപ്പയേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ 30,000 രൂപ വരെയാണ്, അല്ലെങ്കിൽ 2 ലക്ഷം വരെയാണ്. വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 2 ലക്ഷം വരെ ഇൻട്രസ്റ്റ് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. ഇനി ഇൻ കേസ് ഓഫ് പ്രൊഫഷണൽ ഇൻകം അക്കൗണ്ട്സ് ഹാവ് ടു ബി ഓഡിറ്റഡ് ഇഫ് ഗ്രോസ് റെസിപ്റ്റ് എക്സീഡഡ്. കണ്ടോ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. 50 ലക്ഷം കഴിഞ്ഞ അറ്റംപ്റ്റിലും ചോദിച്ച അതേ ചോദ്യമാണ്. ഒരു പ്രൊഫഷണൽ ഇൻകം ആണെങ്കിൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം എപ്പോൾ, അയാളുടെ ഗ്രോസ് റെസിപ്റ്റ് 50 ലക്ഷം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ. ഇനി ഇഫ് ഇമ്പോർട്ടർ ഡു നോട്ട് ഫയൽ ബിൽ ഓഫ് എൻട്രി വിത്തിൻ, ഒരു ഇമ്പോർട്ടർ ആക്ച്വലി ഗുഡ്സ് എത്തുന്നതിന് 30 ദിവസം മുമ്പ് മുതൽ ഇന്നലെ വരെ എന്ത് ചെയ്യണം, നമുക്ക് സമയം, ആക്ച്വലി ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 30 ദിവസം മുമ്പ് മുതൽ ഇന്നലെ വരെയാണ്. ഇന്നാണ് ഗുഡ്സ് വരുന്നതെങ്കിൽ 30 ദിവസം പ്രസീഡിങ് മുതൽ ഇന്നലെ നൈറ്റ് വരെയാണ് നമുക്ക് സമയം. പക്ഷെ ഇവിടെ പറയുന്നത് ഇഫ് ഇമ്പോർട്ടർ, ഇറക്കുമതി ചെയ്യുന്ന ഞാൻ, ഡു നോട്ട് ഫയൽ ബിൽ ഓഫ് എൻട്രി വിത്തിൻ, സാധനം ഇവിടെ എത്തിയിട്ട് 30 ദിവസമായിട്ടും എന്ത് ചെയ്തില്ല എങ്കിൽ, വിത്തിൻ 30 days ഓഫ് അറൈവൽ ഓഫ് ഗുഡ്സ് ദ കസ്റ്റോഡിയൻ ഓഫ് കാർഗോ, നമ്മളെ കാർഗോന്റെ കസ്റ്റോഡിയൻ എന്ത് ചെയ്യാം, ക്യാൻ റീസെൽ ദ ഗുഡ്സ് ആഫ്റ്റർ ഒബ്റ്റെയിനിങ് നെസസറി പെർമിഷൻ ഫ്രം കസ്റ്റം. എന്ത് ചെയ്യാൻ പറ്റും, ഈ കാർഗോന്റെ കസ്റ്റോഡിയൻ എന്ത് ചെയ്യാം, നമ്മളെ നെസസറി പെർമിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ഗുഡ്സ് മറച്ച് വിൽക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ആള് അഥവാ ഇമ്പോർട്ടർ ഈ സാധനം എത്തിയിട്ടും 30 ദിവസമായിട്ടും ബിൽ ഓഫ് എൻട്രി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ സാധനം വേണ്ട. ഒന്നുകിൽ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ വെയർ ഹൗസിലേക്കെങ്കിലും മാറ്റി വെക്കണ്ടേ. രണ്ടും ചെയ്തില്ലെങ്കിൽ 30 ദിവസമായിട്ടും ബിൽ ഓഫ് എൻട്രി ഒന്നും ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ കസ്റ്റോഡിയൻ എന്ത് ചെയ്യാം, ഈ ഗുഡ്സ് പെർമിഷൻ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ആൻസർ ഈസ് 30 days. ഇനി എക്സ്പാൻഡ് LUT എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആള് വിത്തൗട്ട് ടാക്സ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡോക്യുമെന്റിൽ ഏർപ്പെടണം. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറയും, ബോണ്ട് അഥവാ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്, LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. ഇനി ഡാഷ് മീൻസ് ദ ഏരിയ ഓഫ് കസ്റ്റം സ്റ്റേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഏരിയ ഇൻ വിച്ച് ഇമ്പോർട്ട് ഗുഡ്സ് ഓർ എക്സ്പോർട്ട് ആർ ഓർഡിനറിലി കെപ്റ്റ് ബിഫോർ ക്ലിയറൻസ് ബൈ കസ്റ്റം അതോറിറ്റി. ഏതാണ് ഡാഷ് മീൻസ് ദ ഏരിയ? ഡാഷ് മീൻസ് ദ ഏരിയ ഓഫ് എ കസ്റ്റം സ്റ്റേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഏരിയ. നമ്മൾ ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് നോർമലി കസ്റ്റംസ് അതോറിറ്റി സൂക്ഷിച്ചു വെക്കുന്ന ഏരിയനെ എന്ത് പറയും? ഓപ്ഷൻ നോക്കിയേ, കസ്റ്റം ഏരിയ, എക്സൈസ് ഏരിയ, സ്പെഷ്യൽ ഏരിയ, നൺ ഓഫ് ദി അബോവ്. എക്സൈസ് ഏരിയ സ്പെഷ്യൽ ഏരിയ ആയിരിക്കും. കസ്റ്റം സ്റ്റേഷൻ ഏതാടാ? കസ്റ്റം ഏരിയ ആണ്. ഇനി ഡാഷ് ചലാൻ എലോസ് ഷിഫ്റ്റിംഗ് ഓഫ് ദി എമൗണ്ട്സ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ഏത് ചലാൻ ഉപയോഗിച്ചാണ് നമുക്ക് ക്യാഷ് ലെഡ്ജറിൽ ഓൾറെഡി പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, ആ പൈസ എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ടാക്സിലാണ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത്, എനിക്കത് ഇൻട്രസ്റ്റിലേക്ക് മാറ്റണം അല്ലെങ്കിൽ പെനാൾട്ടിയിലേക്ക് മാറ്റണം, പറ്റുമോ? പറ്റും. അതിനുപയോഗിക്കുന്ന ഫോം ഏതാണ്? GST PMT 09 ആണ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മളെ ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ററിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ചിലതൊക്കെ അങ്ങോട്ട് അറിയാതെ മാറിപ്പോകുന്നുണ്ട്. സോ ഇനി അല്ലേ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്റർത്തെ ചോദ്യങ്ങൾ കയറി വരുന്നുണ്ട്, നമുക്ക് എന്തായാലും അതങ്ങ് പഠിച്ചു പോവാം. ഇനി അഥവാ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ സാധ്യതയില്ല, ഇടയ്ക്ക് അങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഇനി എവരി ടാക്സ് പെയർ അസൈൻഡ് എ ഡാഷ് പാൻ ബേസ്ഡ് GST നമ്പർ. എല്ലാ ടാക്സ് കണ്ടോ, ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ അടുത്ത കുറച്ച് ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഏതാ? എവരി ടാക്സ് പെയർ അസൈൻഡ് എ ഡാഷ് പാൻ ബേസ്ഡ് GST നമ്പർ. പാൻ ബേസ്ഡ് GST നമ്പർ എത്ര ഡിജിറ്റ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ചിലരൊക്കെ വിചാരിക്കും 10 ഡിജിറ്റ് ആണെന്ന്. അല്ല, 15 ഡിജിറ്റ് ആണ്. ഫുള്ളായിട്ട് വായിച്ചേ, 15 ഡിജിറ്റ് പാൻ ബേസ്ഡ് GST നമ്പർ ആണ്. GST നമ്പർ എന്ത് ബേസ് ചെയ്തിട്ടാ? പാൻ ബേസ്ഡ് അല്ലടാ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ 32, എൻ്റെ GST നമ്പർ ഇങ്ങനെയാണ്, 32 CAWPD 83 84 C1ZI. ഓക്കെ, 1ZI. അപ്പോ ഇത് നോക്കി, ഇത് പാൻ ബേസ്ഡ് അല്ലടാ, ഇതെന്റെ പാൻ കാർഡാ, ഇതെന്റെ പാൻ കാർഡ് നമ്പറാ. അപ്പോൾ എവരി ടാക്സ് പെയർ അസൈൻഡ് 15 ഡിജിറ്റ് പാൻ ബേസ്ഡ് GST നമ്പർ. പാൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 15 ഡിജിറ്റ് GST നമ്പർ ആണ് എല്ലാവർക്കും കിട്ടുക.
പാൻ കാർഡിന് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 10, അതൊക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് റിലേറ്റിംഗ് ടു ദ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ GST? GSTയിലെ വാല്യൂ ഓഫ് സപ്ലൈയിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഏതാടാ? ഗവൺമെന്റ് സബ്സിഡി ഇൻക്ലൂഡ് ചെയ്യോ? ഇല്ല. സബ്സിഡി ലിങ്ക്ഡ് ടു സപ്ലൈ നോർമലി ഇൻക്ലൂഡ് ചെയ്യും. സബ്സിഡി അതർ ദാൻ ഗവൺമെന്റ് സബ്സിഡി എന്നാ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു. ഗവൺമെന്റ് സബ്സിഡി എന്തിൽ പെടരുത്? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ലേ, ഗവൺമെന്റ് സബ്സിഡി എന്തിൽ? വാല്യൂ ഓഫ് സപ്ലൈയിൽ പെടാൻ പാടില്ല. സബ്സിഡി ലിങ്ക്ഡ് ടു സപ്ലൈ ആഡ് ചെയ്യണം. ഓൾ ഇൻസിഡന്റൽ എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു സെയിൽ, പാക്കിംഗ് ചാർജ്, ലോഡിംഗ് ചാർജ്, നമ്മളുടെ ഡെലിവറി ചാർജ്, അതൊക്കെ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. ഫോർ ഡിലേഡ് പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ പെനാൾട്ടി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഗവൺമെന്റ് സബ്സിഡി ഇൻക്ലൂഡ് ചെയ്യില്ല. ഗവൺമെന്റ് സബ്സിഡി ഒരിക്കലും വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതിന് മുകളിൽ ടാക്സ് അടയ്ക്കാൻ ഗവൺമെന്റിന് മൂടില്ല. ഇപ്പൊ ഗവൺമെന്റ് പറയാണ് ഗവൺമെന്റ് സബ്സിഡി എന്തല്ല കേട്ടോ, GSTയിലെ വാല്യൂ അല്ല, അതിന് മുകളിൽ GST വേണ്ട. ഇനി ഇൻകം ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ബൈ. ഇൻകം ടാക്സ് ആരുടെയാടാ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, സെൻട്രൽ ഗവൺമെന്റ് ആണോ, ലോക്കൽ അതോറിറ്റി ആണോ, നൺ ഓഫ് ദി അബോവ് ആണോ? ഇൻകം ടാക്സ് ഏത് ലിസ്റ്റാ? ലിസ്റ്റ് 1 ആണ്, യൂണിയൻ ലിസ്റ്റ് ആണ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ലിസ്റ്റ് 1ലെ എൻട്രി നമ്പർ 82 7th ഷെഡ്യൂൾ, അതാണ് ഇൻകം ടാക്സ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ചുമത്തുന്നത് കേട്ടോ. ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ടാക്സബിൾ ഈസ് നോൺ ആസ്. ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ടാക്സബിൾ ഈസ് നോൺ ആസ് അസസ്മെന്റ് ഇയർ. ഇൻകത്തിന് ടാക്സ് അടയ്ക്കുന്ന ഇയർ നമ്മൾ ഏതാടാ? അസസ്മെന്റ് ഇയർ. ഇൻകം ജനറേറ്റ് ആവുന്ന ഇയർ പ്രീവിയസ് ഇയർ. ഇനി IGST ഈസ് പേയബിൾ വെൻ ദ സപ്ലൈസ്. IGST ഈസ് പേയബിൾ വെൻ ദ സപ്ലൈസ് ഇന്റർസ്റ്റേറ്റ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. IGST ഈസ് പേയബിൾ വെൻ ദ സപ്ലൈസ് ഇന്റർസ്റ്റേറ്റ്. ഇൻട്ര ആണെങ്കിലോ CGST, SGST. ഇനി ഗുഡ്സ് അണ്ടർ കസ്റ്റംസ് ആക്ട് ഇൻക്ലൂഡ്സ്. കസ്റ്റംസ് ആക്ട് പ്രകാരം ഗുഡ്സിൽ എന്തൊക്കെ പെടും? വെസൽ, എയർക്രാഫ്റ്റ് വെഹിക്കിൾ ഗുഡ്സ് ആണോ? ആണ്. വിമാനം, കപ്പല്, നമ്മൾ കാറ്, ബൈക്കൊക്കെ ഇമ്പോർട്ട് ചെയ്താൽ അതിനൊക്കെ എന്ത് ചെയ്യണം? GST അടയ്ക്കണം. കാരണം കസ്റ്റംസ് പ്രകാരം അത് ഗുഡ്സ് ആണ്. സ്റ്റോർസ്, കപ്പലിൽ നമ്മൾ എന്താ പറയാ, കപ്പലിന്റെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കപ്പലിൽ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ, ഇപ്പൊ ഫ്യൂവല്, അങ്ങനത്തെ സാധനങ്ങൾ, ഫ്യൂവല്, സ്പെയർ പാർട്സ് ഒക്കെ കപ്പലിൽ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ സ്റ്റോർസ് എന്ന് പറയും. അതും ഇന്ത്യയിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. അതുകൊണ്ട് അതും ഗുഡ്സ് ആണ്. ബാഗേജ്, പെട്ടിയും ഗുഡ്സ് ആണ്. സോ ഓൾ ദി അബോവ് ഗുഡ്സിലെല്ലാം പെടും. എവറി മൂവബിൾ പ്രോപ്പർട്ടി കസ്റ്റംസ് പ്രകാരം എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും ഇൻക്ലൂഡിങ് കറൻസി അടക്കം എന്താണ്? ഗുഡ്സ് ആണ് കസ്റ്റംസിൽ കേട്ടോ. ഇനി വിന്നിംഗ് ഫ്രം ലോട്ടറി, കാർഡ് ഗെയിംസ്, ഹോഴ്സ് റേസ് ആർ ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ്. ലോട്ടറി, കാർഡ് ഗെയിം, ഹോഴ്സ് റേസ് ഒക്കെ വിന്നിങ്സ് എത്രയാണ് ടാക്സ് റേറ്റ്? 30% ആണ്. 30%. ഇനി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് പ്യുവർലി ടെമ്പററി സ്ട്രക്ചറീസ്. ഡിപ്രീസിയേഷൻ, താൽക്കാലികമായി പണിത സ്ട്രക്ചറുകളുടെ ഡിപ്രീസിയേഷൻ എത്ര? 40%. GSTയിലെ മാക്സിമം ഡിപ്രീസിയേഷൻ, GSTയിലല്ല ഇൻകം ടാക്സ് ആക്ടിലെ മാക്സിമം ഡിപ്രീസിയേഷൻ 40% ആണ്. ആ 40% ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഏതാ? ടെമ്പററി സ്ട്രക്ചറിന് 40% ആണ്, കമ്പ്യൂട്ടറിന് 40% ആണ്, ഗുഡ് വിൽ ആണെങ്കിൽ 25% ആണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അല്ലേ 25%. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ മാക്സിമം എക്സംഷൻ ലിമിറ്റ് ഇൻ കേസ് ഓഫ് നോൺ ഗവൺമെന്റ് എംപ്ലോയി ഫോർ ലീവ് എൻകാഷ്മെന്റ്? ലീവ് എൻകാഷ്മെന്റിന്റെ മാക്സിമം ലിമിറ്റ് എത്രയാടാ? ലീവ് എൻകാഷ്മെന്റിന്റെ മാക്സിമം ലിമിറ്റ് എത്രയാ? ലീവ് എൻകാഷ്മെന്റ് ഓക്കെ, 4 ഓപ്ഷൻ: 3 ലക്ഷം, 5 ലക്ഷം, 2 ലക്ഷം, 1,50,000. എത്ര വരിക? ലീവ് എൻകാഷ്മെന്റ് ആണെങ്കിൽ 3 ലക്ഷമാണ്. VRS ആണെങ്കിൽ 5 ലക്ഷമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതാ ലീവ് എൻകാഷ്മെന്റ് ആണ്. ലീവ് എൻകാഷ്മെന്റ് നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് മാക്സിമം എക്സംഷൻ എത്ര വരെയാണ്? 3 lakh വരെയാണ് കേട്ടോ. 3 lakh 90. ഇനി 91. For understanding place of supply for services, which of the following concepts are very important? Place of supply അറിയണമെങ്കിൽ, സർവീസിന്റെ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ അറിയണമെങ്കിൽ എന്തൊക്കെ കൺസെപ്റ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്? ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് ഓഫ് സർവീസ്, ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്, നൺ ഓഫ് ദി അബോവ്, ബോത്ത് എ ആൻഡ് ബി. പ്ലേസ് ഓഫ് സപ്ലൈ നോക്കുമ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ റെസിപ്പിയന്റ് സ്ഥലം ആവശ്യമുണ്ട്,
ചില സാഹചര്യങ്ങളിൽ സപ്ലയറുടെ സ്ഥലം ആവശ്യമില്ലടാ. പ്ലേസ് ഓഫ് സപ്ലൈ നോക്കുമ്പോൾ റെസിപ്പിയന്റിന്റെ സ്ഥലം പ്ലേസ് ഓഫ് സപ്ലൈ ആയിരിക്കും. ചിലതിൻ്റെ കേസിൽ സപ്ലയറുടെ സ്ഥലം എന്തായിരിക്കും? പ്ലേസ് ഓഫ് സപ്ലൈ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ബോത്ത് എ ആൻഡ് ബി രണ്ടും നമുക്ക് ആവശ്യമാണ്. റെസിപ്പിയന്റെ സ്ഥലവും ഇമ്പോർട്ടൻ്റ് ആണ്, സപ്ലയറുടെ സ്ഥലവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എക്സ്പെൻഡിച്ചർ ഇൻ ക്യാഷ് പേയ്മെന്റ് ഈസ് അലോട്ട് അപ് ടു 10,000. എത്ര വരെ? ക്യാഷ് പേയ്മെന്റ് PGBPയിൽ ക്യാഷ് പേയ്മെന്റ് 10,000 രൂപ വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻകം ടാക്സിൽ ഡെയിലി ക്യാഷ് പേയ്മെന്റ് 10,000 രൂപ വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലേക്ക് ചെയ്താൽ എക്സ്പെൻസ് ഡിസലോ ചെയ്യും. ഇനി മാക്സിമം റേറ്റ് ഓഫ് സർചാർജ് ഇൻ കേസ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാടാ? 15% ആണ്. മാക്സിമം റേറ്റ് ഓഫ് സർചാർജ് ഇൻ കേസ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാടാ? 15% ആണ്. ഇനി if the assessee fails to make a return or a revised return or fails to comply with a notice issued by assessing officer. ഓക്കെ, ഒരു അസസി, ടാക്സ് അടയ്ക്കേണ്ട എല്ലാ ആളുകളെയും നമ്മൾ എന്തെന്ന് വിളിക്കും? അസസി. ഒരു അസസി അയാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നോട്ടീസ് അയച്ചു, അയാൾക്ക് പുല്ല് വിലയാണ്, അയാൾ എന്ത് ചെയ്യുന്നില്ല? ആ നോട്ടീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ കംപ്ലൈൻസ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദെൻ അസസിങ് ഓഫീസർ മേ മേക്ക് ആൻ അസസ്മെന്റ് നെയിംഡ്. അസസിങ് ഓഫീസർ, നമ്മൾ ഓഫീസർ നമുക്കൊരു അസസ്മെന്റ് ചെയ്തു തരും. അതിന്റെ പേരെന്താടാ? റെഗുലർ അസസ്മെന്റ് ആണോ? ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആണോ? എസ്കേപ്പ് അസസ്മെന്റ് ആണോ? നൺ ഓഫ് ദി എബോവ് ആണോ? ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്നാ പറയാം. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാത്ത കേസിൽ അസസിങ് ഓഫീസർ നമുക്ക് വേണ്ടി അസസ് ചെയ്ത് തരികയാണെങ്കിൽ അവിടെ ബെസ്റ്റ് ജഡ്ജ്മെന്റ്, അസസിങ് ഓഫീസർ ആ നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് നല്ല ബെസ്റ്റ് ജഡ്ജ്മെന്റ് ഇട്ട് തരും. അതാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇനി ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്താ? ഓഫീസർക്ക് തോന്നുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഇൻകം വെട്ടിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഇൻകം ടാക്സ്, ഏതെങ്കിലും ഒരു ഇൻകം നിങ്ങൾ മുക്കിയിട്ടുണ്ട്, നൈസായിട്ട് സ്കിപ്പ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന അസസ്മെന്റ് ആണ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് എന്ന് പറയും. ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ്. ഇവിടെ ചോദിച്ചത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അസസ്മെന്റ് ഓഫീസർ ചെയ്തു തരുന്ന റിട്ടേൺ ഏതാണ്? ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇനി എ സൂപ്പർ സീനിയർ സിറ്റിസൺസ് ഇൻകം ഈസ് എക്സംപ്റ്റ് അപ് ടു. സൂപ്പർ സീനിയറുടെ ഇൻകം എത്ര വരെയുടെ എക്സംഷൻ? സൂപ്പർ സീനിയർ ആണ്. സീനിയർ ആണെങ്കിൽ 3 ലക്ഷമാണ്. സൂപ്പർ സീനിയർ ആണെങ്കിൽ 5 ലക്ഷം വരെ എക്സംപ്റ്റ് ആണ്. നോർമൽ നമ്മളെ പോലുള്ളവരാണെങ്കിൽ 2.5, സീനിയർ സിറ്റിസൺ 3, സൂപ്പർ സീനിയർ സിറ്റിസൺ 5 ലക്ഷം വരെയാണ് എന്ത്? എക്സംഷൻ. ഇനി സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ട്രാൻസാക്ഷൻ വാല്യൂ മേ ബി റിജക്റ്റഡ് ബൈ അപ്രോപ്രിയേറ്റ് കസ്റ്റം അതോറിറ്റി. ട്രാൻസാക്ഷൻ വാല്യൂ നമ്മൾ കാണിച്ച വില അഥവാ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വില കസ്റ്റംസ് അതോറിറ്റി എപ്പോഴാണ് എന്ത് ചെയ്യുക? റിജക്റ്റ് ചെയ്യുന്ന കേസ് ഏതാണ്? ബയർ സെല്ലർ റിലേറ്റഡ് ആണെങ്കിൽ, നമ്മൾ അമേരിക്കയിൽ നിന്നൊരു സാധനം വാങ്ങുകയാണ്, അമേരിക്കയിലുള്ള എൻ്റെ സപ്ലയറും ഇമ്പോർട്ട് ചെയ്യുന്ന ഞാനും റിലേറ്റഡ് ആണെങ്കിൽ ഗവൺമെന്റ് പറയാണ് ഈ വാല്യൂ ശരിയല്ല, ഇതിൽ ഉടായ്പ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഇത് ഗവൺമെന്റ് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആണല്ലോ. ഇനി ദർ ഈസ് റെസ്ട്രിക്ഷൻ ആസ് ടു ഡിസ്പോസിഷൻ ഓർ യൂസ് ഓഫ് ദ ഗുഡ്സ് ബൈ ദ ബയർ. അമേരിക്കയിൽ നിന്ന് ഞാൻ ഒരു ഗുഡ്സ് നിങ്ങൾക്ക് വിറ്റു, പക്ഷെ അത് എങ്ങനെ ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്, ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഞാനാണിത് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അപ്പൊ അത് ഫുള്ളായിട്ട് വിറ്റു എന്ന് പറയാൻ പറ്റില്ല. ഒരു സാധനം വിറ്റു എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ കൺട്രോൾ നിങ്ങൾക്ക് ആവണ്ട അല്ലെ? അല്ലാതെ എനിക്കതിൽ റെസ്ട്രിക്ഷൻ ഒന്നും വയ്ക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ബയർ സെല്ലർ റിലേറ്റഡ് അൺറിലേറ്റഡ് ആവണം. ബയർ സെല്ലർ റിലേറ്റഡ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ആ ഗുഡ്സ് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിലും ആ വാല്യൂ ശരിയല്ല. അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ബി, ഈ 2 കാര്യം നമ്മൾ റിലേറ്റഡ് ആണെങ്കിലും എനിക്ക് ഇപ്പോഴും ഞാൻ വിറ്റ ഗുഡ്സിന് മുകളിൽ കൺട്രോൾ ഉണ്ടെങ്കിലും പ്രൈസ് മാത്രമല്ല ഹോൾ കൺസിഡറേഷൻ എങ്കിലും ഒക്കെ നമ്മൾ ഓഫീസർക്ക് അല്ലെങ്കിൽ നമ്മളെ കസ്റ്റംസ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാം? നമ്മൾ കാണിച്ച വാല്യൂ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഇനി GSTR 6 ഷാൾ ബി ഫയൽഡ് ബൈ ആരടാ? ടാക്സ് ഡിഡക്ടർ ചെയ്യുക, TDS ഡിഡക്ടർ ചെയ്യുക GSTR 7, ECO ചെയ്യുക GSTR 8, TCS കളക്ടർ എന്ന് പറയും. കോമ്പോസിഷൻ ചെയ്യുക GSTR 4. അപ്പൊ ഏതാ GSTR 6?
ഇതാണ് GSTR6, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇനി ഇൻ കേസ് ഗുഡ്സ് ഡിസ്പോസ്ഡ് ബൈ വേ ഓഫ് ഫ്രീ സാമ്പിൾ, നമ്മൾ ഗുഡ്സ് വാങ്ങി, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീ സാമ്പിൾ കൊടുക്കാൻ വേണ്ടി. ഞാൻ ഗുഡ്സ് വാങ്ങിയത് വെറുതെ വിൽക്കാൻ വേണ്ടി, വെറുതെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ITC തരുന്നത് എന്തിനാടാ? ഞാനിത് വിൽക്കുമ്പോൾ ഗവൺമെന്റിന് ടാക്സ് കിട്ടും എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് എനിക്ക് ITC തരുന്നത്. പക്ഷെ ഞാൻ ഗുഡ്സ് വാങ്ങിയത് ഫ്രീ സാമ്പിൾ കൊടുക്കാനാണ്. വെറുതെ കൊടുക്കാൻ വേണ്ടി ഗുഡ്സ് വാങ്ങിയാൽ ഗവൺമെന്റ് എനിക്ക് ITC തരുമോ? ഇൻ കേസ് ഗുഡ്സ് ഡിസ്പോസ്ഡ് ഓഫ് ബൈ വേ ഓഫ് ഫ്രീ സാമ്പിൾ, റെസിപ്പിയൻ ക്യാൻ ക്ലെയിം ITC. റെസിപ്പിയന്റിന് ITC, അതിന് അയാൾ പൈസ ഒന്നും തന്നിട്ടില്ലല്ലോ, ഫ്രീ സാമ്പിൾ അല്ലേ, അവിടെ ലോജിക് ഇല്ല. സപ്ലയർ ക്യാൻ ക്ലെയിം ITC. വാങ്ങിയ ആൾക്ക് ITC കിട്ടുമോ? വെറുതെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയാൽ എനിക്ക് ITC തരുമോ? ഇല്ല. സപ്ലയർ കനോട്ട് ക്ലെയിം ITC. ഇതല്ലടാ ശരി. നമ്മൾ വെറുതെ കൊടുക്കാൻ വേണ്ടി ഒരു സാധനം വാങ്ങിയാൽ നമുക്ക് ITC കിട്ടില്ല, കാരണം അത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. സെക്ഷൻ 17(5) എന്ന് പറയും, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ് കേട്ടോ. ഇനി മിസ്റ്റർ പാൻ ഈസ് എൻഗേജ്ഡ് ഇൻ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഇൻ ഇന്ത്യ. നമ്മൾ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഇൻ ഇന്ത്യ ആണ്. ഹിസ് ഇൻകം ഫ്രം ദിസ് ആക്ടിവിറ്റി ഈസ് 1,40,000. അഗ്രികൾച്ചറൽ ഇൻകം ആയതുകൊണ്ട് തന്നെ വാല്യൂ എന്ന് പറയുന്നത് 1,40,000 ഇൻറ്റു 60% അടിക്കാം. 1,40,000 ഇൻറ്റു 60% എന്ന് പറഞ്ഞാൽ 50% എന്ന് പറഞ്ഞാൽ 70 ആയി. 60 എന്ന് പറയുമ്പോൾ 84,000. എത്ര വരാ? 84,000. ആൻസറിലുണ്ടോ? ഉണ്ട്, 84,000. സോ ആൻസർ ഈസ് ബി. ഓക്കെ. ഇനി ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? വേർ ദ ട്രാൻസ്പോർട്ട് ചാർജസ് ഈസ് നോട്ട് അവൈലബിൾ, അഥവാ CIF നമ്മളെ കസ്റ്റംസിൽ FOB പ്ലസ് ഇൻഷുറൻസ് പ്ലസ് ഫ്രൈറ്റ് ആഡ് ചെയ്യണം അല്ലേ? പ്രീ ഓൺ ബോർഡ് വാല്യൂവിന്റെ മുകളിൽ അങ്ങനല്ലേ? കസ്റ്റംസിൽ ഇങ്ങനല്ലേ? FOB വാല്യൂ, ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഇൻഷുറൻസും ഫ്രൈറ്റും എന്തായാലും ആഡ് ചെയ്യണം. ഇൻഷുറൻസ്, ഫ്രൈറ്റ്, ലൈറ്ററേജ്, ബാർജ് ചാർജ്, ഷിപ്പ് ഡിമറേജ്, ഇങ്ങനെ കുറച്ച് സാധനം ഉണ്ട്. ഇൻഷുറൻസ്, ഫ്രൈറ്റ് എന്തായാലും ആഡ് ചെയ്യണം. ഇൻഷുറൻസ് തന്നിട്ടില്ലെങ്കിൽ, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? 1.125% ഓഫ് ഇത് ആഡ് ചെയ്യണം. ഫ്രൈറ്റ് തന്നിട്ടില്ലെങ്കിൽ 20% ഓഫ് FOB എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോസ്റ്റ്, ഇൻഷുറൻസ്, ഫ്രൈറ്റ് വാല്യൂ അഥവാ അസസബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിന് നമ്മൾ CIF വാല്യൂ എന്ന് പറയും അല്ലേ? ഇവിടെ ചോദ്യം എന്താ? വേർ ദ ഫ്രൈറ്റ് ചാർജസ് ഈസ് നോട്ട് അവൈലബിൾ. ക്വസ്റ്റ്യനിൽ ഫ്രൈറ്റ് തന്നിട്ടില്ലെങ്കിൽ ഫോർ അസർട്ടൈനിങ് ദ അസസബിൾ വാല്യൂ അഥവാ CIF വാല്യൂ കാണാൻ വേണ്ടി ദ പെർസെൻറ്റേജ് ഓഫ് FOB വാല്യൂ ടു ബി ടേക്കൺ ഈസ് 10% 20% 25%, നൺ ഓഫ് ദി എബോവ് ആണോ? 20%. ഓക്കെ. ഇനി ഫ്രൈറ്റ് ചാർജ് തന്നാലും എയർ ആണെങ്കിൽ മാക്സിമം 20% എന്നുണ്ട് കേട്ടോ. എയർ ഫ്രൈറ്റ് ആണെങ്കിൽ ആക്ച്വൽ തന്നാലും ആക്ച്വൽ ഓർ 20% ഓഫ് FOB വിച്ചെവർ ഈസ് ലെസ് ആവര, വിച്ചെവർ ഈസ് ലെസ്. ഓക്കെ. ഞാൻ ജസ്റ്റ് FOB വാല്യൂ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, അതൊന്ന് ഓർക്കുക. CIF വാല്യൂ, ഇൻഷുറൻസ് തന്നില്ലെങ്കിൽ 1.125, ഫ്രൈറ്റ് തന്നില്ലെങ്കിൽ 20%. ഓക്കെ, ക്ലിയർ ആണോടാ? ഇത്രയാണ് ഏത് നമ്മളുടെ ജൂൺ 2025 ചോദിച്ച ക്വസ്റ്റ്യൻസ്. സിമ്പിൾ അല്ലേ? അതിൽ ചില ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് നോർമലി കാറ്റിലില്ലാത്ത എന്ന ഇന്റർന്ന് ജസ്റ്റ് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. സോ അതും കൂടെ നമ്മൾ പഠിച്ചു, എല്ലാം പഠിച്ചു, ഫുൾ സെറ്റാണ്. ഇനി പരീക്ഷ പോയി എഴുതിയാൽ മതി. ഓൾ സെറ്റ് അല്ലടാ? അടിപൊളിയല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? ഉറപ്പല്ലേ? അപ്പൊ എല്ലാം അടിപൊളിയല്ലേ? എല്ലാ സബ്ജക്റ്റും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാവർക്കും റാങ്കൊക്കെ കിട്ടെ, അടിപൊളിയാവട്ടെ, സൂപ്പർ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ബൈ, സി യു. ഓക്കെ, ഉടനെ പാസ്സായിട്ട് നമുക്ക് ഇന്റർവ്യൂവിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, സി യു.